ലക്ഷ്മി ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാകും, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞു. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അതന്ന് ഈ പഴഞ്ചൊല്ലൻ ഉണ്ടായത് അന്നത്തെ ഏതോ CPM നേതാവിന്റെ വിദണ്ഡവാദം കേട്ടിട്ടായിരിക്കണം. അപ്പോൾ ആ പഴഞ്ചൊല്ല് ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടി വരും. അരി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സഖാക്കന്മാർ പറയും അനിയത്തിപ്രാവ് നല്ല സിനിമ, കുഞ്ചാക്കോവൻ നല്ല നടനാന്ന് പറഞ്ഞു. എന്തോരം പഠിച്ചു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അമ്മാതിരി വിവരക്കേടുകളല്ലേ ഇപ്പോൾ നമ്മളൊരു ചോദ്യം ഡയറക്റ്റായി ചോദിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളുടെ ഒരു ചോദ്യക്കടലാസ്, പരീക്ഷ എഴുതുമ്പോൾ ഒരു ചോദ്യക്കടലാസ്, അതിന്റെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ചെയ്യുന്ന അധ്യാപകന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രയാൻ പദ്ധതിയെ പറ്റി പറയുമായിരിക്കും. അപ്പൊ ഇവര് പറയുന്ന വാദം എന്താ? കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. അപ്പൊ ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ പട്ടിണിക്കിടുകയാണ് എന്നിവർ സമ്മതിച്ചു. അതെ അതെ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ആ പട്ടിണിക്കിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരെ, ആ പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ വയറ് വെട്ടി കുടലെടുത്ത് പുറത്തിടുന്ന സമീപനമല്ലേ ഇവർ കാണിക്കുന്നത്? സമാധാനമായി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട 88 ലക്ഷം ആളുകൾ ഓണക്കിറ്റ് കൊടുക്കുമെന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത്. എന്റെ ഈ അന്നസത്തിന് പറഞ്ഞിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അതായത് കേരളത്തിൽ ഓണക്കിറ്റ് കിട്ടേണ്ടുന്ന ആവശ്യമുള്ള ആളുകളുടെ എണ്ണം 88 ലക്ഷമാണ് എങ്കിൽ ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആ 88 ലക്ഷത്തിൽ 6 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സാർ ഓണക്കിറ്റ് കൊടുക്കുവാൻ കഴിഞ്ഞത് നിങ്ങളുടെ സർക്കാരിന്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ബാക്കി 82 ലക്ഷം ആളുകളുടെയും ഓണം അത്ര ശോഭനമായിരുന്നില്ല. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം അവർക്കൊന്നും മാസപ്പടി കിട്ടുന്ന ഒരു കമ്പനിയും എവിടെയും ബാംഗ്ലൂർ ആസ്ഥാനമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല സാർ. ഇതൊക്കെ അക്ഷരാഭ്യാസമുള്ള ഏത് സർട്ടിഫിക്കറ്റ് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മലയാളികളല്ല. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അതല്ല എങ്കിൽ പരീക്ഷ എഴുതാത്ത പരീക്ഷയുടെ പാസ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധാരണ ആളുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ മലയാളികൾ അവർ ഈ വാദമെല്ലാം കേൾക്കുന്നുണ്ട്, അവർ നിങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.